മനസ്സിൻ്റെ വേദനയെക്കുറിച്ച് പറയുന്നു. എന്തൊക്കെയാണ് മനസ്സിന് വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എന്ന് ചിന്തിക്കാം. ഓരോ വ്യക്തികൾക്കും ഓരോന്നായിരിക്കും. അത് പ്രധാനമായിട്ടും മനസ്സിന് വേദന ഉണ്ടാക്കുക എന്നത് ഒന്ന് സ്നേഹം കിട്ടുന്നില്ല എന്നുള്ള ഒരു വേദന, ഒന്ന് നമുക്കാവശ്യമായ സമ്പത്ത് അല്ലെങ്കിൽ വരുമാനം നമ്മുടെ കയ്യിലില്ല, ജോലിയുടെ പ്രശ്നം, പിന്നെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ആഹാരം, വസ്ത്രം, പാർപ്പിടം, ഇതൊക്കെയാണ് നമ്മുടെ അടിസ്ഥാനമായിട്ടുള്ള ആവശ്യം അല്ലേ? അതൊക്കെ നമുക്ക് ഉണ്ടെങ്കിലും നമ്മൾ മനസ്സിൽ ഒരു തൃപ്തിയും പലപ്പോഴും ഉണ്ടാവുകയില്ല. മനസ്സിന് തൃപ്തിയില്ല, എന്തോ ഒന്ന് കുറവുള്ളതുപോലെ. എത്ര പണമുള്ളവരായാലും എത്ര സമ്പത്തുള്ളവരായാലും നമ്മൾ പുറമേ നിന്ന് നോക്കുന്നവർക്ക് തോന്നും അവർക്ക് എന്താണ് കുഴപ്പം. വലിയ വീടുണ്ട്, കാറുണ്ട്, വസ്തുക്കളുണ്ട്, ആളുകളുണ്ട്, കുട്ടികളുണ്ട് അല്ലേ, എല്ലാവരും ഉണ്ട്. പിന്നെന്താണ് പ്രശ്നം? ഒരു ആത്മസന്തോഷത്തോടുകൂടി ജീവിക്കും. പക്ഷേ അത് പുറമേയുള്ള ആളുകളുടെ വിചാരങ്ങൾ മാത്രമായിരിക്കാൻ പറ്റും. അതിനുള്ളിലുള്ള മനുഷ്യരുടെ ജീവിതവും അവരുടെ മനസ്സിലെ ചിന്തകളും വേറെ ആയിരിക്കും. അവർ ചിന്തിക്കുന്നത് എന്താ, എനിക്ക് സാധാരണ രീതിയിലെങ്കിൽ ഒരു ദിവസം ജീവിക്കാൻ പറ്റിയിരുന്നു, എന്നെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന ഒരാളുണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ടായിരുന്നു. ആ മനസ്സിനുണ്ടാകുന്ന വേദന എന്തിൻ്റെയോ ഒരു കുറവാണ്. നമുക്ക് ഇല്ലാത്ത, അല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ട, അല്ലെങ്കിൽ നമുക്ക് ലഭിക്കാൻ സാധ്യതയില്ലാത്ത, നമ്മൾ ആഗ്രഹിക്കുന്ന എന്തിൻ്റെയോ ഒന്നിൻ്റെ കുറവാണ് നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നത് അല്ലേ? കുറവുകളാണല്ലോ എപ്പോഴും നമുക്ക് ചോദ്യചിഹ്നമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. ആദ്യം ചിന്തിക്കുക, കുറവുകൾ ഇല്ലാത്ത ഒരു മനുഷ്യരുമില്ല. കണ്ണ് കാണാൻ പറ്റാത്തവരുണ്ടെങ്കിൽ കണ്ണ് കാണുന്നില്ലെങ്കിൽ ചെവി കേൾക്കാമല്ലോ എന്ന് കരുതുക. ചെവി കേൾക്കാൻ പറ്റാത്തവരാണെങ്കിൽ ചെവി കേട്ടില്ലെങ്കിലും കണ്ണ് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇത് രണ്ടും ബുദ്ധിമുട്ടുള്ളവർ എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നുണ്ട്. അപ്പം എല്ലാ അർത്ഥത്തിലും പൂർണ്ണരായിട്ടുള്ള ഒരു മനുഷ്യനുമില്ല. ഒന്നല്ലെങ്കിൽ ഒന്ന് നമ്മുടെ മനസ്സിന് വേദന ഉണ്ടാക്കുന്ന എന്തെങ്കിലും കാണും. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ കരുതേണ്ട ഒരു കാര്യമുണ്ട്, നമ്മളിൽ ഒരു നല്ലതുണ്ട്. നമുക്കൊരു നല്ലത് ഈശ്വരൻ തന്നിട്ടുണ്ട്. അത് ഏത് രൂപത്തിലാണെന്ന് കണ്ടെത്തേണ്ടത് നിങ്ങൾ തന്നെയാണ്. എന്തിനാണ് വിഷമം, എന്ത് കാര്യത്തിനാണ് എനിക്ക് വിഷമം തോന്നുന്നത്, അത് നമ്മൾ ആദ്യം കണ്ടെത്തണം. എന്താണ് നമ്മുടെ വിഷാദത്തിന് അല്ലെങ്കിൽ വിഷമത്തിന് കാരണം? നമ്മുടെ മനസ്സ് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ട് ആണ് വിഷമിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് കാര്യം ആഗ്രഹിച്ചാണ് വിഷമിക്കുന്നത്? ആ കാരണമാണ് ആദ്യം കണ്ടെത്തേണ്ടത്. അതായത് നമ്മളൊരു അസുഖമുണ്ടെങ്കിൽ നമ്മുടെ അസുഖം എന്താണെന്ന് കണ്ടെത്തിയിട്ട് അതിനാണ് ചികിത്സിക്കുന്നത് അല്ലേ? അതേപോലെ തന്നെ നമ്മളുടെ വേദന, അതിൻ്റെ കാരണം അതെന്താണെന്ന് കണ്ടെത്തുക. അത് നിങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ, അത് മറ്റൊരാൾക്കും പറ്റില്ല. ഇത് നമ്മുടെ മനസ്സിൻ്റെ കാര്യമാണ്. ഒരു വ്യക്തിയുടെ മനസ്സിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മനസ്സിൻ്റെ വേദന എന്ന് പറയുന്നത് അയാൾക്ക് മാത്രം പറ്റും, ഏറ്റവും നന്നായിട്ട് കണ്ടെത്താൻ പറ്റും. നമ്മളൊരു ഡോക്ടറിനെ പോയി കാണുന്നു, അവർ നമ്മൾക്ക് കുറേ ഉപദേശങ്ങൾ തരുന്നു, നമ്മുടെ മനസ്സിൽ എന്താണ് പ്രശ്നമെന്ന് കണ്ടെത്താൻ അവർ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ അവർ ചോദിക്കുന്നുണ്ട് അല്ലേ? ഈ ചോദ്യങ്ങൾ എന്തിനാണ് അവർ ചോദിക്കുന്നത്? അവരുദ്ദേശിക്കുന്നത് എന്താണ്?
നിങ്ങളുടെ മനസ്സിലുള്ള പ്രശ്നം എന്താണെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ്. അത് നിങ്ങളിൽ കൂടെ അവർ കണ്ടെത്തുകയാണ്. നിങ്ങളോടൊരു ചോദ്യങ്ങൾ ചോദിക്കുന്നു, നിങ്ങൾ അതിന് മറുപടി പറയുന്നു. ആ മറുപടിയിലൂടെ അവർ നിങ്ങളുടെ അസുഖം എന്താണ് അല്ലെങ്കിൽ നിങ്ങളുടെ വേദന എന്താണ് എന്ന് കണ്ടെത്താനാണ് ശ്രമിക്കുന്നത്. അവരത് അവരുടേതായ മനസ്സിൽ, അവർക്കൊരു മനസ്സാണല്ലോ, അവരുടെ മനസ്സിലിട്ട് അവർ കണ്ടെത്തുന്ന രീതികൾ, അവർ പഠിച്ച അറിവുകൾ, ഇതിൻ്റെയൊക്കെ ഒരു കൂടിച്ചേർത്ത ഒരു രൂപമുണ്ടാക്കി അവരൊരു കണ്ടെത്തൽ നടത്തുകയാണ്. ഇന്നതാണ് പ്രശ്നം, അതിനനുസരിച്ച് നിങ്ങൾക്ക് മരുന്നോ ഉപദേശങ്ങളോ തന്നു. അപ്പോൾ അവിടെ തീരുന്നുണ്ടോ യഥാർത്ഥത്തിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ? നമ്മൾക്കെല്ലാം ഡോക്ടറിനോടും വക്കീലിനോടും കള്ളം പറയരുത് എന്ന് പറയുന്നത്. ചില കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല. ഈ ഒരു തത്വം നമുക്കറിയാം, കള്ളം പറയരുത്. കാരണം അവരതിനനുസരിച്ച കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ എത്ര വലിയ പ്രശ്നമാണ്, നമുക്ക് ചില കാര്യങ്ങൾ മറ്റൊരാളോട് തുറന്ന് പറയാൻ പറ്റില്ല. ചിലർക്ക്, എല്ലാവരും മനസ്സിലുള്ളതല്ല, ചിലർക്ക് ചില കാര്യങ്ങൾ എത്ര പ്രശ്നമുണ്ടാകുന്നതെന്ന് തുറന്ന് പറയാൻ നമ്മുടെ മനസ്സ് അനുവദിക്കുകയില്ല. മനസ്സിലായോ? അങ്ങനെയുള്ളവർക്കുണ്ടാകുന്ന ആ മനസ്സിൻ്റെ ആ സ്ട്രെസ്സ് എത്ര വലുതായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കും. ആ സ്ട്രെസ്സും വെച്ചിട്ടാണ് അവരുടെ ഓരോ ജീവിതവും ഓരോ ദിവസവും അവർ തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നു. അതുള്ളപ്പോൾ തന്നെ ജീവിതത്തിലെ മറ്റു പ്രശ്നങ്ങൾ, കുടുംബത്തിലെ പ്രശ്നങ്ങൾ, ജോലിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങളും ഇങ്ങനെ കൈകാര്യം ചെയ്ത് അവരുടെ മനസ്സ് വേറൊരു തലത്തിലേക്ക് പോകുക. അങ്ങനെ വിഷമിക്കുന്നത് എന്തിനാണ്? അങ്ങനെ വിഷമിക്കുകയേ ചെയ്യണ്ട. നിങ്ങൾ ആദ്യം ഒന്ന് കൂളാകും. നന്നായി ശ്വാസം എടുക്കാൻ കഴിയുന്നുണ്ട്. എത്ര നേരം നിങ്ങൾക്ക് ശ്വാസം ഇങ്ങനെ ഉള്ളിലേക്ക് വലിച്ച് നിർത്താൻ കഴിയും? എന്നിട്ട് പതുക്കെ ശ്വാസം. അതൊരു വലിയ വ്യായാമമാണ്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയുകയാണ്. നമ്മളുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾക്കൊരു കുടുംബമായി. എന്തിനു വേണ്ടിയാണ് നമ്മൾക്കൊരു കുടുംബം? എന്തിനു വേണ്ടിയാണ് ആണിനൊരു പെണ്ണിൻ്റെ തുണ, ഒരു പെണ്ണിനൊരു ആണിൻ്റെ തുണ? അവർക്കെന്തിനാണ് കുട്ടികൾ? ഇവർക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ എന്താണ് സ്ഥാനം? എല്ലാവർക്കും അതിൻ്റെതായ സ്ഥാനമുണ്ട്. ഒരു പ്രായം കഴിഞ്ഞ് അച്ഛൻ അമ്മ അതിനൊരു ലെവലുണ്ട്. ആ ലെവലിൽ അവരുടെ ഒരു പൊസിഷനുണ്ട്. അവർ ആ പൊസിഷനിൽ നിന്നാണ് നമ്മളെ നോക്കിക്കാണുന്നത്. നമ്മൾക്ക് അതിനപ്പുറത്തേക്ക് കടന്നു പോകുന്നത് നമുക്കൊരു പങ്കാളി ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ആ കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നമുക്കൊരു പങ്കാളിയെ കണ്ടെത്തി തരുന്നത്. അവരുമായിട്ടുള്ള ജീവിതം തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ മറ്റൊരു യുഗം തുടങ്ങുകയാണ്. എല്ലാം പങ്കുവയ്ക്കാൻ, ഷെയർ ചെയ്യാൻ ഒരാൾ എന്നാണ് എല്ലാവരും കരുതുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ജീവിതം മുന്നോട്ട് പോകുന്നു. ജോലി, കുടുംബം, അതിലൂടെ നമുക്കുണ്ടാകുന്ന സ്ട്രെസ്, നമ്മുടെ മനസ്സിൻ്റെ പിരിമുറുക്കം, ആ പിരിമുറുക്കത്തിൽ നിന്നും നമ്മൾ ഓരോ ദിവസവും റിലാക്സ് ആവാൻ, അല്ലെങ്കിൽ ശാന്തതയിലേക്ക് പോകാൻ മനസ്സിനെയും ശരീരത്തിനെയും ഒരുപോലെ സഹായിക്കുന്ന ഒന്നാണ് സെക്സ്. തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിലെ എല്ലാ നാഡീ ഞരമ്പുകളെയും ഏറ്റവും റിഫ്രഷ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് സെക്സ്. അത് ഇഷ്ടമുള്ളവർക്കാണ്, ഇഷ്ടമില്ലാത്തവർക്കാണ്. പക്ഷേ അത് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ള ഒന്ന് തന്നെയാണ്. അത് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം, അതിനെക്കുറിച്ച് വേറെ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ലെങ്കിലും നിങ്ങൾ അതിനെ അതിൻ്റേതായ രീതിയിൽ ഒന്ന് ആസ്വദിക്കുക,
ജീവിക്കും. നിങ്ങളുടെ മനസ്സിൻ്റെ ഭാരം കുറയും. പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ പോലും പതുക്കെ നിങ്ങൾക്ക് പറ്റിയ ഒരാളാണ് ജീവിത പങ്കാളി എന്ന് നിങ്ങൾക്ക് തോന്നിത്തുടങ്ങുന്ന സമയത്ത് നിങ്ങളുടെ പ്രശ്നങ്ങൾ അവർ കേൾക്കാൻ തുടങ്ങി. അവരുടെ പ്രശ്നങ്ങൾ നിങ്ങളും കേൾക്കാൻ തുടങ്ങി. അങ്ങനെ പങ്കിടാൻ ഒരാളായി യഥാർത്ഥ പങ്കാളി എന്ന വാക്കിൻ്റെ അർത്ഥം പൂർണ്ണതയിലേക്ക് പോകും. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ പകുതി ഇങ്ങനെ കുറഞ്ഞു. പരസ്പരം ഷെയർ ചെയ്യുന്നതോടുകൂടി മിക്കവാറും എല്ലാ പ്രശ്നങ്ങളും, കാരണം എനിക്കുണ്ടാകുന്ന ഒരു പ്രശ്നത്തിന് ചിലപ്പോൾ ആ ഒരു പ്രശ്നം എങ്ങനെ പരിഹരിക്കണം എന്നതിനെക്കുറിച്ച് ചിലപ്പോൾ എനിക്ക് തന്നെ അറിവുണ്ടാവില്ല. കാരണം നമുക്കുണ്ടാകുന്ന ആ ടെൻഷനാണ്, ആ സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സംഘർഷങ്ങളുടെ ഭാഗമാണത്. പക്ഷെ നമ്മളുടെ പങ്കാളിയോട് അതിനെക്കുറിച്ചൊന്ന് ചർച്ച ചെയ്ത് അവർക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഉപദേശം നൽകാൻ പറ്റും. കാരണം നിങ്ങളുടെ പ്രശ്നം എന്ന രീതിയിൽ ഒന്നിനെ കാണുമ്പോൾ ഉണ്ടാകുന്ന നിങ്ങളുടെ വികാരങ്ങളും ആയിരിക്കില്ല നിങ്ങളെ പങ്കാളി അത് കേൾക്കുമ്പോൾ അവർക്ക് ഉണ്ടാകുന്നത്. അവർ ഒന്നുകൂടി ഇതെൻ്റെ പ്രിയപ്പെട്ടവൻ്റെ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവളുടെ പ്രശ്നമാണ്, അപ്പോൾ ഞാൻ എൻ്റെ എല്ലാ ചിന്തകളും അതിലേക്ക് നിർത്തിക്കൊണ്ട് അതെങ്ങനെ പരിഹരിക്കണമെന്ന് ചിന്തിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ അതിനെക്കുറിച്ച് സംസാരിക്കും. രണ്ടുപേരും കൂടെ ഒരു തീരുമാനത്തിലെത്തും. അതോടുകൂടി പ്രശ്നം അവിടെ വെച്ച് പരിഹരിക്കും. അങ്ങനെ പരിഹരിക്കപ്പെടുന്ന ഓരോ പ്രശ്നങ്ങളും നിങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കാൻ സഹായിക്കും. അല്ലേ? ഇതൊരു വിഭാഗമാണല്ലോ. മറ്റൊരു വിഭാഗം വേറെയുണ്ട്. ഈ ജന്മത്തിൽ ഞാൻ അവളോടൊന്ന് സംസാരിക്കുക, ഇല്ലെങ്കിൽ ഈ ജന്മത്തിൽ ഞാൻ അയാളോടൊന്ന് സംസാരിക്കുക. അതിനെക്കുറിച്ച് ഞാൻ വേറൊരു ദിവസം പറയാം.